രാജ്യം കാത്തിരിക്കുന്ന പൊളിറ്റിക്കൽ സസ്പെൻസിൽ ഇന്ന് മറുപടി വരുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അമേഠി റായ്ബറേലി സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുമോ എന്നതിലാണ് ആകാംക്ഷ. ഇരുവരും മത്സരിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ട്. ഈ മാസം 20-ന് വോട്ടെടുപ്പ് നടക്കുന്ന ഈ രണ്ട് സീറ്റുകളിലേക്കും നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം നാളെ അവസാനിക്കുകയാണ്. ശരത് കെ ശശി വീണ്ടും എത്തുന്നു നമുക്കൊപ്പം ദില്ലിയിൽ നിന്ന്. ശരത് കെ ശശി, ആലോചിക്കാൻ അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ 24 മണിക്കൂർ മുതൽ 30 മണിക്കൂർ വരെ സമയമായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ സമയപരിധിക്ക് 24 മണിക്കൂർ മുൻപെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ ശരത്? സുജയ, ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്താൻ വേണ്ടി പോവുകയാണ്. രാവിലെ ദില്ലിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കർണാടകയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ പാർട്ടി നേതൃത്വവുമായി രാവിലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂടിയാലോചന രാഹുൽ നടത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ആഴ്ചകൾ നീണ്ട ഒരു സസ്പെൻസ് ആയിരുന്നു റായ്ബറേലി, അമേഠി മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഈ മണ്ഡലങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടാവുകയും ചെയ്തു. കോൺഗ്രസ് ഇവിടെ ആരെ മത്സരരംഗത്തിറക്കും എന്നതായിരുന്നു ആദ്യം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉന്നയിക്കപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അമേഠിയിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കണം, അതുപോലെ തന്നെ റായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരിക്കാത്ത സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം എന്നതായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ ഉത്തർപ്രദേശിലെ പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ പാർട്ടി അണികളും ഒന്നടങ്കം ആവശ്യപ്പെട്ടത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു പാർട്ടി നേതൃത്വം ചെയ്തത്. വയനാട്ടിൽ 26-ാം തീയതി തെരഞ്ഞെടുപ്പ് അവസാനിച്ച സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നതായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ 26-ാം തീയതി കഴിഞ്ഞ് ഒരാഴ്ചയാകുന്നു, അപ്പോഴും ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഏതായാലും നാളെയാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി. അമേഠി റായ്ബറേലി സീറ്റുകളിൽ മെയ് 20-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ നാളെ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി ആയതുകൊണ്ട് തന്നെ ഇന്ന് ഈ രണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പിക്കാം. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രിയങ്ക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിലാണ് പ്രിയങ്ക ഇപ്പോഴുള്ളത്. ഇന്നാകട്ടെ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയങ്ക മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം തന്നെ രാഹുലിന്റെ കാര്യത്തിൽ 3 സാധ്യതകളാണ് ഉള്ളത്. 2019-ൽ മത്സരിച്ച അമേഠിയിൽ വീണ്ടും രണ്ടാമത്തെ മണ്ഡലം എന്ന നിലയിൽ രാഹുൽ മത്സരിക്കുക എന്നതാണ് ഒരു സാധ്യത. ഇനി അതല്ല എങ്കിൽ റായ്ബറേലിയിൽ സോണിയാഗാന്ധി ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രിയങ്കയും മത്സരിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിൽ അമേഠിക്ക് പകരം റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കാൻ ഇറങ്ങുന്ന സാഹചര്യം. ഇനി ഇതൊന്നുമല്ല എങ്കിൽ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കാതെ വയനാട് സീറ്റിൽ മാത്രം മത്സരിക്കാനുള്ള ഒരു തീരുമാനം, അതിന് ആ ഒരു തീരുമാനം നടപ്പാക്കാനുള്ള സാധ്യത, ഇങ്ങനെ 3 സാധ്യതകളാണ് മുന്നിലുള്ളത്. ഏതായാലും ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് പല ഘടകങ്ങളും കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ ഏത് മണ്ഡലത്തിലായാലും അമേഠിയിലായാലും റായ്ബറേലിയിലായാലും മത്സരിക്കുകയാണെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ ഒരു 2 ആഴ്ച മാത്രമാണ് സമയം ലഭിക്കുക. ആ 2 ആഴ്ച സമയം കൊണ്ട് രാഹുലിന് ആ മണ്ഡലത്തിൽ കളം പിടിക്കണം. അമേഠിയിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാഹുൽ ആ മണ്ഡലത്തിൽ 3 തവണ മാത്രമാണ് സന്ദർശനം നടത്തിയത്. അത്തരമൊരു സാഹചര്യത്തിൽ 2 ആഴ്ച കൊണ്ട് അത്രയും ശക്തമായ പ്രചാരണം നടത്തേണ്ടതുണ്ട്. അങ്ങനെ മണ്ഡലം മാത്രം കേന്ദ്രീകരിച്ച് രാഹുൽ പ്രചാരണം നടത്തുമ്പോൾ ദേശീയ തലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ രാഹുലിന് സാധിക്കാത്ത സാഹചര്യം വരും. മെയ് 20 എന്ന് പറയുമ്പോൾ 3 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് ദേശീയ തലത്തിൽ പാർട്ടിക്ക് വേണ്ടി ഒരു സംഭാവനയും ചെയ്യാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം വരും. അങ്ങനെ ഒരു വലിയ വെല്ലുവിളി കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിലുണ്ട്. അതുമാത്രവുമല്ല, ഇനി രാഹുൽ മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഇനി മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഈ 2 മണ്ഡലങ്ങളിലും ജയിച്ചാൽ രാഹുൽ ഏത് സീറ്റ് നിലനിർത്തും എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. അതിന് രാഹുലിന് മറുപടി നൽകേണ്ടി വരും. അതും തെരഞ്ഞെടുപ്പ് വിജയ സാധ്യതകളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള സാധ്യത കൂടി കോൺഗ്രസ് നേതൃത്വം മുന്നിൽ കാണുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഈ സാധ്യതകളും ഒക്കെ പരിശോധിച്ചുകൊണ്ടായിരിക്കും ഏതായാലും തീരുമാനമെടുക്കുക. ഇനി രാഹുലും പ്രിയങ്കയും മത്സരിക്കുന്നില്ല എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനും വലിയ വെല്ലുവിളിയുണ്ട്. 1999 മുതൽ ഗാന്ധി കുടുംബം മത്സരിക്കുന്ന ഈ 2 സീറ്റുകൾ, അവിടെ ഇവർക്ക് പകരം പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു വെല്ലുവിളിയുമാണ്. ശരത്ത, ഒരു കാര്യം കൂടി, റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി ആയിരിക്കുമോ അതോ രാഹുൽ ഗാന്ധി ആയിരിക്കുമോ എന്നുള്ള സസ്പെൻസ് തീരട്ടെ എന്ന് വെച്ചല്ലേ BJPയും അവിടെ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതോ അവരുടെ സ്ഥാനാർത്ഥി ആയിട്ടുണ്ടോ? പ്രഖ്യാപനം മാത്രം നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് തൊട്ടു മുൻപ് പ്രഖ്യാപിച്ചാൽ മതി എന്നുള്ളൊരു സ്ട്രാറ്റജിയാണോ?
സുജയ, റായ്ബറേലിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ എന്നതായിരുന്നു BJPയുടെ തുടക്കം മുതലുള്ള ഒരു നിലപാട്. അവിടെ ആരാണ് കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങുന്നത് എന്ന് നോക്കി BJP സ്ഥാനാർത്ഥി നിർണയം നടത്താനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഏതായാലും 3 പേരുടെ സാധ്യതാ പട്ടിക കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ BJP തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പാഠകാണ്, രണ്ടാമത്തേത് റായ്ബറേലി MLA ആയ അദിതി സിംഗ്. ഇവർ 2 പേരുടെ പേരുകൾ സജീവമായി ഉണ്ട്. പിന്നീട് മറ്റൊന്ന് 2019 മത്സരിച്ച സ്ഥാനാർത്ഥിയെ തന്നെ വീണ്ടും രംഗത്തിറക്കുക. ഇങ്ങനെ 3 പേരാണ് നിലവിൽ BJPയുടെ സാധ്യതാ പട്ടികയിലുള്ളത്. ആദ്യഘട്ടത്തിൽ BJP മറ്റൊരു ആലോചന നടത്തിയിരുന്നു. പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ വരുൺ ഗാന്ധിയെ തന്നെ മത്സരരംഗത്തിറക്കുക എന്നത് BJP ആലോചിച്ചിരുന്നു. പക്ഷേ വരുൺ ഗാന്ധി അതിന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. ഓക്കെ, ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.